വീഡിയോ സ്പെസിഫിക്കലി അയർലൻഡിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണ് സ്പെസിഫിക് ആയിട്ട് അത് നോക്കേണ്ടത്. പക്ഷേ ഇൻ വൺ വേ ഓർ ദ അതർ ന്യൂസിലൻഡിനെയും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തിന് പഠിക്കാൻ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ടൈസ് എന്താണ്, ഈ കോഴ്സ് എത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് അല്ലെങ്കിൽ SOP എന്ന് പറയുന്നത്. അയർലൻഡിൻ്റെ കേസിൽ SOP ഓളം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡോക്യുമെൻ്റ് ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ, അതായത് മെയിൻലി എൻ്റെ അടുത്തേക്ക് റിജക്ഷൻ വന്നിട്ട് ആപ്ലിക്കേഷനും അപ്പീലിങ്ങിനും വരുന്ന ആൾക്കാരുടെ ആപ്ലിക്കേഷൻസിൽ ഡോക്യുമെൻസിൻ്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ വീക്കായിട്ട് കാണുന്ന കവർ ലെറ്ററാണ്. ഇൻ വൺ വേ ഓർ ദ അതർ മാക്സിമം അവർ SOP ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അറ്റ് ദ സെയിം ടൈം കവർ ലെറ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ സ്റ്റുഡൻസിനൊന്നും കവർ ലെറ്റർ എന്താണെന്ന് അറിയില്ല. എന്താണ് കവർ ലെറ്റർ, ജോബിന് മാത്രമല്ലേ കവർ ലെറ്റർ എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ അതിന് ഭയങ്കര ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഒരു SOP എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കുക മാരേജിൻ്റെ, അതിൻ്റെ ഫ്രണ്ട് പാർട്ടിലായിരിക്കുമല്ലോ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരും വെന്യൂ കൊടുക്കുന്നുണ്ടാവുക, ടൈമും കൊടുക്കുന്നുണ്ടാവുക. അതിന് ശേഷമായിരിക്കും ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ഉണ്ടാവുക, ഒരു ക്ലോസ്ഡ് ഇൻവിറ്റേഷൻ ആണെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെയും ഓറിയൻറ്റേഷൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വിസ ഓഫീസേഴ്സ് നിങ്ങൾ VFSക്ക് പോകുമ്പോൾ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിൽ ആദ്യം കാണുന്ന ഡോക്യുമെൻ്റാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. ആ കവർ ലെറ്റർ കണ്ടതിന് ശേഷമാണ് ഒബ്വിയസ്ലി SOPയിലേക്ക് പോവുക. ഞാൻ ഒരുപാട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് റോങ് കവർ ലെറ്റർ ചേച്ചി എന്ന് മിക്ക ആൾക്കാർ ചോദിക്കാറുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ പേജേ ഉള്ളൂ, ഒരു പേജ് പോലും ഇല്ല, ഒരു ഹാഫ് പേജുള്ളൂ വിചാരിക്കുക. അതിൽ ജസ്റ്റ് ഞാൻ ഈ കോഴ്സിന് പോകുന്നു, ഈ ലെവലിലുള്ള പ്രോഗ്രാമാണ്, ഈ കോളേജാണ്, ഈ ഇൻടേക്കാണ്, ഞാൻ എൻ്റെ ഇന്ന ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറയുന്ന കൈൻഡ് ഓഫ് കവർ ലെറ്റർ ആണ് റോങ് കവർ ലെറ്റർ. വാട്ട് ഈസ് റൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ SOPയിൽ എന്ത് കാര്യം പറയുന്നു ആ കാര്യത്തിൻ്റെ ഒരു വേർഷൻ നിർബന്ധമായും കവർ ലെറ്ററിൽ വേണം. അതുമാത്രമല്ല ഫണ്ടിങ് SOPയിൽ ഡീറ്റെയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടുള്ളത് അയർലൻഡിൻ്റെ കേസിലും ന്യൂസിലൻഡിൻ്റെ കേസിലും സ്റ്റുഡൻറ്റ് വിസയുടെ കേസിൽ കവർ ലെറ്ററിൽ വരുന്നതാണ്. ആ കവർ ലെറ്ററിൽ വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇത്ര ടോട്ടൽ ഫണ്ടുണ്ട്, അത് ഞാൻ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തു, എൻ്റെ സ്പോൺസർ ഇയാളാണ്, ഇയാളുടെ ഇന്ന ഡോക്യുമെൻറ്റ്സ് ആണ്, ഒരു ബ്രീഫ് ആയിട്ടുള്ള നെറേഷൻ. ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ കവർ ലെറ്റർ എന്ന് പറഞ്ഞ വേറൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ കവർ ലെറ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, ഫോർ എനി വൺ, ലൈക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം കേൾക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം കൂടെ SOPയിൽ എഴുതിയാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ ഓരോ ഡോക്യുമെൻറ്റിനും ഓരോ മീനിങ്ങും ഓരോ പർപ്പസും ഉണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ അത് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം എത്ര റെഫ്യൂസൽ ഉണ്ടെന്ന് പറഞ്ഞാലും മിക്ക ആളുകളും പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എസ്പെഷ്യലി അയർലൻഡ് പോലത്തെ ഒരു കൺട്രി റീസെൻ്റ് ആയിട്ട് സാലറി വേജസും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SOP എന്നുള്ള ഡോക്യുമെൻറ്റിൻ്റെ പർപ്പസ് അല്ല കവർ ലെറ്ററിന്. SOP പ്രോപ്പറായിട്ടൊരു സ്റ്റുഡൻറ്റ് എന്തിന് പോകുന്നു, ഇമോഷണൽ ടൈസ് ബാക്ക് ഹോം, ഈ പ്രോഗ്രാം പഠിച്ചാലുള്ള കാര്യം എന്താ, IELTS സ്കോർ എന്താ എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് കവർ ലെറ്റർ ഇതിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ്. ലൈക്ക് നമ്മളുടെ SOPയുടെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് കവർ ലെറ്ററിൻ്റെ ക്വാളിറ്റിയും കൂടെ വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്തും അല്ലാത്തവരുടെ അടുത്തും പറയാനുള്ളത്, ഒരിക്കലും 1 പേജ് അല്ലെങ്കിൽ ഹാഫ് പേജ് കവർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഒതൻറ്റിക് കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫോർമാറ്റ് ഓഫ് കവർ ലെറ്റർ എന്ന് പറയുന്നത് നമ്മളെ SOPയുടെ വേറെ തന്നെ രൂപമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. താങ്ക് യു.